ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഈ എന്താ അപകട കാരണം എന്നറിയോ? അതായത് ഈ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇറങ്ങി വരുന്നു ഈ ചവിട്ടിയെ കെട്ടിയിട്ടില്ലെന്ന് പറയുന്നത്. മോനെ കുറച്ച് ഇന്നലെ പൂസാണ്, ഇന്നും കുടിച്ചിരുന്ന ഡ്രൈവർ പറയും അവൻ നല്ല പൂസുണ്ട്. ആർക്ക്? ഡ്രൈവർക്ക്. അവൻ 24 മണിക്കൂർ മദ്യം കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാളാണോ ഈ സ്ഥിരമായിട്ട്? അല്ലല്ല, ഇന്നൊരു തൽക്കാലം കയറിയതാണ്. ഇന്ന് തൽക്കാലത്തേക്ക് കയറിയ ഡ്രൈവറാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരത്തിനടുത്തുള്ള സ്ഥലത്ത് ഉണ്ടായ വാഹനാപകടം, അതായത് സ്കൂൾ ബസ് മറിഞ്ഞിട്ടുണ്ടായ ഒരു അപകടത്തിന് അതിൽ ഒരു കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആണെന്ന് തോന്നുന്നു. അതിലൊരു കുട്ടി ജീവൻ വെടിയേണ്ടി വന്നു. വളരെ ദയനീയമായിട്ടുള്ള ഒരു വാർത്തയാണത്. അന്ന് ആ സംഭവം നടന്നതിന് ശേഷം വാർത്തയിൽ കൂടി ആ ഡ്രൈവറെ പലവരും കുറ്റപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുകയുണ്ടായി. ആ മദ്യപിച്ചുകൊണ്ട് ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടാണ്, അശ്രദ്ധയിൽ വാഹനം ഓടിച്ചതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു ദാരുണമായ ഒരു സംഭവം നടന്നത് എന്നായിരുന്നു. ഇവിടെ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് പലപ്പോഴും ഫിറ്റ്നസ് പോലും ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത. സ്കൂൾ കുട്ടികളെ ഈ തരത്തിൽ തിങ്ങി നിറച്ചിട്ട് പല സ്കൂൾ കുട്ടികളെയും ഒരു ബസ്സിൽ കൊള്ളാവുന്നതിലപ്പുറം, അതായത് 2ഉം 3ഉം ബസ്സിൽ കൊള്ളാവുന്ന കുട്ടികളെ ഒരു ബസ്സിൽ മാത്രം തിങ്ങി നിറപ്പിച്ചിട്ട് അത് ഒരു സ്കൂൾ ഇതിന്റെ ലാഭത്തിന് വേണ്ടിയിട്ട്, അതായത് ഒരു ബസ്സിൽ തന്നെ ഉൾക്കൊണ്ടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ബസ് 2 ബസ്സിന്റെ ചെലവ് ചുരുക്കാൻ പറ്റുമല്ലോ, ആ രീതിയിൽ പോലും കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഒരു അപകടം സംഭവിച്ചതിന് ശേഷമായിരിക്കും നമ്മുടെ അധികാരിയുടെ കണ്ണ് തുറക്കുക. അതിന് വരെ നമ്മുടെ അധികാരികൾ കണ്ണടച്ചിരിക്കും. പല നിയമങ്ങളും ഇറക്കും, പ്രത്യക്ഷത്തിൽ പല നിയമങ്ങളും ഇറക്കുന്നുണ്ടെങ്കിൽ തന്നെ, പക്ഷെ അതൊന്നും പ്രായോഗികമായിട്ട് നടപ്പിലാക്കുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഇവിടെ നാട്ടുകാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, നാട്ടുകാർ പറഞ്ഞത് താൽക്കാലികമായിട്ട് ഉണ്ടായ ഡ്രൈവറാണെന്നാണ്. ആ ഡ്രൈവറെ പല രീതിയിലും കുറ്റപ്പെടുത്തിട്ട്, അതായത് മദ്യപിച്ചിട്ടും അല്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ചിട്ടും അങ്ങനെ അശ്രദ്ധമായിട്ടും വാഹനം ഓടിച്ചത് കൊണ്ടാണ് അപകടം സംഭവിച്ചത് എന്നാണ് പലവരും പറഞ്ഞ് ടിവിയിൽ കണ്ടത്. പക്ഷെ അതിന്റെ സത്യാവസ്ഥ, അതിന്റെ നിജസ്ഥിതി എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റൂല. പക്ഷെ എങ്കിലും ഇതുപോലെയുള്ള അപകടം വരുത്തി വെക്കുന്ന ഡ്രൈവർക്കെതിരെ കർശനമായ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കാതെ കൊണ്ടാണ് ഇതുപോലുള്ള സംഭവം നമ്മുടെ സമൂഹത്തിൽ ക്രമാതീതമായി വർദ്ധിക്കുന്നത്. ഇന്ന് പല നിയമങ്ങളും മോട്ടോർ വാഹന വകുപ്പ് പല നിയമങ്ങളും ഇറക്കും. ഇപ്പൊ മന്ത്രി തന്നെ പല നിയമങ്ങളും ഇറക്കുന്നുണ്ടല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത്, മദ്യപിച്ച് വാഹനം ഓടിച്ച ഡ്രൈവർക്ക് ആ ഡ്രൈവറുടെ ലൈസൻസ് പൂർണ്ണമായും റദ്ദു ചെയ്യുന്നതാണ്. അത് എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കുമെന്നതാണ് നമ്മൾ കണ്ടറിയുന്നത്. ഇന്ന് നടക്കുന്ന മിക്ക വാഹനാപകടങ്ങൾക്കും പ്രധാന കാരണം ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ വീഴ്ച കൊണ്ട് തന്നെയാണ്.